പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു നൽകാൻ 572.90 കോടി വേണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 തുല്യ ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരിക്കുന്നത്. ഇതിൽ 3 ഗഡുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നായിരുന്നു ചട്ടം. 300 പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. 4ാം ഗഡു അനുവദിക്കുന്നത് സംബന്ധിച്ച വിഷയം പരിശോധിച്ചു വരികയാണെന്നാണ് KN ബാലഗോപാൽ നിയമസഭയിൽ മറുപടി നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഇത് നീട്ടിവെക്കുമോ എന്ന ആശങ്കയിലാണ് പെൻഷൻകാർ. 6.5 ലക്ഷം പെൻഷൻകാരാണ് സംസ്ഥാനത്തുള്ളത്. പെൻഷൻകാർക്ക് 19% ക്ഷാമാശ്വാസ കുടിശ്ശികയുണ്ട്. 6 ഗഡുക്കളാണ് കുടിശ്ശിക. അടിസ്ഥാന പെൻഷന്റെ തോതനുസരിച്ച് പ്രതിമാസം 2185 രൂപ മുതൽ 15,846 രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം നഷ്ടപ്പെടുകയാണ്. സർക്കാർ 2021 പ്രഖ്യാപിച്ച 5% ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 79 മാസത്തെ കുടിശ്ശികയും പെൻഷൻകാർക്ക് നൽകിയില്ല. 19,734 രൂപ മുതൽ 1,43,500 രൂപ വരെയാണ് ഇതുമൂലം പെൻഷൻകാർക്ക് നഷ്ടപ്പെട്ടത്. 62 ലക്ഷത്തോളം ആളുകൾക്ക് നവംബർ മാസത്തിൽ 1,600 രൂപയുടെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നവംബർ 6 മുതൽ തന്നെ തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിരുന്നു. കൈകളിൽ സ്വീകരിക്കുന്നവർക്കും തുക വിതരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുക ലഭിക്കുന്ന രീതിയിലാണ് വിതരണം നടന്നിരുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. നവംബർ മാസത്തിൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും 1,600 രൂപ കൂടി ലഭിക്കും. നവംബർ മാസത്തിൽ ഇനി വിതരണത്തിന് ഒരുങ്ങുന്നത് തനത് മാസത്തെ തുക, അതായത് നവംബറിലെ സഹായമായിട്ടായിരിക്കും അനുവദിക്കുന്നത്. നിലവിലിപ്പോൾ ലഭിച്ചു കഴിഞ്ഞത് കുടിശ്ശികയാണ്. ഇത് സേവന പെൻഷൻ സൈറ്റിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ മാസം 1,600 രൂപ എത്തിച്ചേർന്നവർക്കെല്ലാം വീണ്ടും 1,600 എത്തുമെന്നുള്ള സന്തോഷ അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. അവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ പലർക്കും പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. പലർക്കും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എന്നൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രം വഴി ഹാജരാക്കി പെൻഷൻ പുനഃസ്ഥാപിക്കുക. സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത കാരണം കൊണ്ട് തന്നെ കുടിശ്ശിക വന്ന പെൻഷൻ തുക ഇവർക്ക് ലഭിക്കുന്നതല്ല. നവംബർ മാസത്തിൽ വിതരണം ചെയ്ത ആദ്യ ഗഡു എത്തിച്ചേരാത്തവർക്ക് ആ ഒരു തുക കൂടി ചേർത്ത് 3,200 രൂപയായിരിക്കും ഈ മാസം എത്തിച്ചേരുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.